കുളിച്ച് ശരീരവും മനസ്സും ശുദ്ധമാക്കണം. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ പഞ്ചശുദ്ധി പാലിക്കണം. എന്തൊക്കെയാ പഞ്ചശുദ്ധി? ആഹാരശുദ്ധി, മനഃശുദ്ധി. എങ്ങനെയാ? കുളിക്കുമ്പോൾ ശരീരശുദ്ധി, മനഃശുദ്ധി. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ആഹാരശുദ്ധി, ശുദ്ധമായത് മാത്രം കഴിക്കുക, തലേദിവസം കഴിക്കാതിരിക്കുക അമ്പലത്തേക്ക് വരുമ്പോൾ. കാരണം ശരിക്കും തൊഴുതിട്ട് കഴിക്കുകയാണ്. അസുഖമുള്ളവർ കഴിച്ചിട്ടേ തൊഴൂ, അതിൻ്റെ മരുന്നിൻ്റെ പ്രശ്നം. പിന്നെ വേണ്ടത് വാക്ശുദ്ധി, നല്ലത് മാത്രം പറയുക, നാമജപത്തിന് മാത്രം വായ തുറക്കുക അമ്പലത്തിൽ വന്ന. അവസാനം കർമ്മശുദ്ധി. ഇതാണ് പഞ്ചശുദ്ധി. ഇതിൽ പറയാണ് ശുദ്ധമായി കുളിക്കുക, ശരീരവും മനസ്സും ശുദ്ധമാക്കി കുളിക്കണം. എന്നിട്ടോ ശുഭ്രവസ്ത്രം ധരിക്കുക. ഇനിയിപ്പോൾ കളറ് ചിറ്റിയവർ വിഷമിക്കൊന്നും വേണ്ട. ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ ഭഗവാന്റെ ചൈതന്യം നമ്മുടെ ശരീരത്തിലേക്ക് മാക്സിമം ആവാഹിക്കാൻ ഏറ്റവും നല്ലത് ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും നേരിയത്, മുണ്ടും നേരിയത്, അല്ലെങ്കിൽ വെളുത്ത വസ്ത്രം കൊടുത്തു വരുന്നില്ലേ? നമ്മളല്ല ശരിക്കും അത് ആചരിക്കുന്നവരാരാ? വെളുത്ത